കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രിയാവുമ്പോൾ നിധി ഏട്ടത്തി സാന്ദ്രയെ വിളിക്കുന്നുണ്ട്. ഏട്ടത്തി, ഞാൻ നിധിയാണെന്ന് നിധി പറയുമ്പോൾ ഇതാരുടെ നമ്പറാന്ന് സാന്ദ്രയും. നമ്പർ എൻ്റെ തന്നെയാ, പുതിയ സിം, പുതിയ ഫോൺ എടുത്തു. ഏട്ടത്തിക്ക് സുഖല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ അതെ. നിനക്കെങ്ങനെയുണ്ടെന്ന് സാന്ദ്രയും. അച്ഛൻ എങ്ങനെയുണ്ടെന്ന് നിധി ചോദിക്കുമ്പോൾ ആരോഗ്യമൊക്കെ ഓക്കെ ആയി, പക്ഷേ അച്ഛൻ വീട് വിട്ട് പുറത്തിറങ്ങുന്നേയില്ല. ആളുകളെ ഫേസ് ചെയ്യാൻ മടി. അച്ഛനും അമ്മയും നീ പോയതിനു ശേഷം ശരിക്കും തളർന്നുപോയി. ഇവിടാരും പഴയതുപോലെ പരസ്പരം സംസാരിക്കുന്നു പോലുമില്ല. നിനക്കവിടെ എങ്ങനെയുണ്ട്? സുധീഷ് നന്നായി നോക്കുന്നുണ്ടോ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ ഏട്ടത്തി, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഏട്ടത്തി ഫ്രീ ആണോന്ന് നിധി ചോദിക്കുമ്പോൾ നിന്റെ ചേട്ടൻ പുറത്തുണ്ട്, എപ്പോൾ വേണമെങ്കിലും കയറി വരും. നീ എന്തിനാ ഫോൺ ചെയ്തെന്ന് പറ, ബാക്കി കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം എന്ന് സാന്ദ്രയും പറയുന്നുണ്ട്. അത് ഞാൻ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്തെ ആധാറും സർട്ടിഫിക്കറ്റും എല്ലാം എടുത്തു വെച്ചിരുന്നു. പക്ഷെ അതെങ്ങനെയോ അവിടെ മിസ്സായി. എനിക്ക് ചില കാര്യങ്ങൾക്ക് ID പ്രൂഫ് വേണമായിരുന്നു. ഏട്ടത്തിക്കത് അവിടുന്ന് എനിക്ക് കൊറിയർ അയക്കാൻ പറ്റുമോ എന്ന് നിധി ചോദിക്കുമ്പോൾ പേടിയോടെ അയ്യോ, ഞാൻ അയക്കാനോ എന്ന് സാന്ദ്രയും. പ്ലീസ് ഏട്ടത്തി, അറ്റ്ലീസ്റ്റ് ആധാറിന്റെയും പാൻ കാർഡിന്റെയും ഒരു ഫോട്ടോ എങ്കിലും എടുത്ത് അയക്കാമോ? എനിക്ക് വലിയ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് നിധി പറയുന്നുണ്ട്. അത് ഞാൻ എങ്ങനെയാ നിധി എന്ന് പറയുമ്പോഴേക്കും അരുൺ അങ്ങോട്ട് വരുന്നുണ്ട്. ആരാ ഫോണിലെന്ന് അവൻ ചോദിക്കുമ്പോൾ അത് എൻ്റെ ഒരു ഫ്രണ്ടാ. സാന്ദ്ര പറയുമ്പോൾ എന്നിട്ട് നീ അവളുടെ പേരാണല്ലോ വിളിക്കുന്നത് കേട്ടത് എന്നരുൺ ചോദിക്കുമ്പോൾ അല്ല, എൻ്റെ ഫ്രണ്ടാണെന്ന് സാന്ദ്രയും. അരുൺ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി ഹലോ എന്ന് വിളിക്കുമ്പോഴേക്കും നിധിയും അപ്പുറത്തുനിന്ന് ചേട്ടാന്ന് വിളിക്കുന്നുണ്ട്. നീ എന്തിനാടി ഇങ്ങോട്ട് വിളിക്കുന്നേ? എന്തിനാ വിളിക്കുന്നെന്ന്. അപ്പോ രഹസ്യമായിട്ട് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലേ? എടി, എല്ലാരെയും വിട്ടെറിഞ്ഞ് ഓടിപ്പോയതല്ലേ നീ? പിന്നെ എന്താ നിനക്കിപ്പോ വിളിക്കാനൊരു തോന്നല്? എടി, നിനക്ക് നാണമില്ലേ? ഇറങ്ങി പോവാനെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നീ വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ എന്ന് അരുൺ ദേഷ്യത്തോടെ ചോദിക്കുമ്പോ അല്ലേട്ടാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കുന്ന നിധിയും. നീ ഒന്നും പറയണ്ട, ഞങ്ങളെ നാണം കെടുത്താനുള്ള അടുത്ത വഴി ആലോചിക്കായിരിക്കും അല്ലേ എന്നരുൺ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അങ്ങനൊന്നും പറയില്ല ഏട്ടാ എന്ന് നിധിയും. ആ നാവുകൊണ്ട് നീ എന്നെ ഇനി ഏട്ടാന്ന് വിളിച്ചു പോകരുത്. ഇനി ഒരു തവണ കൂടി നീ ഇവളുടെ ഫോണിലേക്ക് വിളിച്ചാ ഞാൻ നിന്നോട് സംസാരിക്കാവില്ല ചെയ്യാം. ഫോൺ വെച്ചിട്ട് പോടി എന്ന് പറഞ്ഞരുൺ ദേഷ്യത്തോടെ ആ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. എത്ര ദിവസമായി തുടങ്ങിയിട്ട് എന്നരുൺ സാന്ദ്രയോടായി ചോദിക്കുമ്പോൾ അയ്യോ, ഇത് ആദ്യത്തെ തവണയാ. നമ്പർ അറിയാത്തോണ്ട് എടുത്തതാ. അപ്പോഴാ അവളാണെന്ന് മനസ്സിലായത്. അവളുടെ ആധാർ കാർഡും സർട്ടിഫിക്കറ്റ്സും വേണമെന്ന് പറഞ്ഞ് വിളിച്ചതാ എന്ന് സാന്ദ്ര പറയുമ്പോൾ നിന്നോട് ചോദിച്ചാ നീ എടുത്തു കൊടുക്കുമെന്ന് കരുതി അല്ലേ? എന്നെയും എൻ്റെ കുടുംബത്തെയും നാണം കെടുത്തി പടുകുഴിയിൽ താത്തിയിട്ട് അവള് മാത്രം സർട്ടിഫിക്കറ്റും ആധാറും വെച്ച് സ്വന്തം കാലിൽ ജീവിക്കാൻ നോക്കണ്ട. ഇവിടെ നിന്നൊരു സാധനം കൊടുത്തു പോകരുത്, മനസ്സിലായോ? എടി, മനസ്സിലായോ എന്ന് ചോദിച്ചോണ്ട് അരുൺ അവളുടെ കയ്യിലേക്ക് മൊബൈൽ കൊടുത്തോണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഏട്ടൻ വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ നിധി അവിടെ ഇരുന്ന് കരയുമ്പോഴാണ് വാതിലിൽ മുട്ടു കേൾക്കുന്നത്. നിധി എഴുന്നേറ്റ് ചെന്ന് ഡോർ തുറക്കുമ്പോഴേക്കും അവൾ കരയുന്നത് കാണുന്ന സുധീഷും എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്ന് അവൾ തലയാട്ടുമ്പോൾ എന്തിനാടോ ഇങ്ങനെ കരയുന്നത്? നിധി, കരയാതിരിക്കെ. നിധി പ്ലീസ്. നിധി, എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി, അതാ ഞാൻ കഥയിൽ തട്ടിയേ. ഇയാള് ഓക്കെ ആണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ കരച്ചിലോടെ അല്ല, ഞാൻ ഏട്ടത്തി ഒന്ന് വിളിച്ചതാ എന്ന് നിധി പറയുമ്പോൾ എന്തു പറ്റിയെന്ന് സുധീഷും. സർട്ടിഫിക്കറ്റും ആധാർ കാർഡും ഒക്കെ അവിടെയാണല്ലോ. സംസാരിക്കുന്നതിനിടയിൽ ചേട്ടൻ ഫോൺ വാങ്ങി എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഒരു ബന്ധവുമില്ലാത്ത ആളെപ്പോലെയാ ഏട്ടൻ സംസാരിച്ചത്. അത് കേട്ടപ്പോ എത്ര പെട്ടെന്നാ അവർക്കൊക്കെ ഞാൻ ആരുമല്ലാതായി പോയത്. എങ്ങനെ വളർത്തിയതാ അവരെന്നെന്നറിയോ? ഇപ്പൊ ഞാൻ ശരിക്കും അന്യായി. ഒന്നോർത്താ അവര് പറയുന്നത് ശരിയാ. ഒരു കല്യാണത്തിന് രക്ഷപ്പെടാൻ ഞാൻ വേണ്ടത്ര ആലോചിക്കാതെ പലതും ചെയ്തു. എല്ലാം തെറ്റായി പോയി. ഓർക്കുമ്പോ പേടിയാവുന്നു. എന്റെ ജീവിതമേ മാറിപ്പോയി. എന്താ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ആരുമില്ലാതെ ഞാൻ തനിച്ചായ പോലെ തോന്നുന്നു എന്നൊക്കെ നിധി കരച്ചിലോടെ പറയുമ്പോ അങ്ങനെ പറയില്ലേ, എന്നും കൂടെ നിൽക്കാൻ ഞാനില്ലേ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിധി എല്ലാം ശരിയാവുമെടോ, ഉറപ്പ്. ഇയാളെ കൂടുതലൊന്നും ആലോചിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക് എന്നവളെ ആശ്വസിപ്പിച്ച് പോവാൻ തുടങ്ങിയ സുധീഷ് വീണ്ടും തിരികെ വന്ന് ഞാൻ പോയാ ഇയാൾ ഉറങ്ങോ? ഞാൻ പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് ഉറക്കം വരുമെന്നാ ചോദിച്ചേ എന്ന് സുധീഷ് പറയുന്നുണ്ട്. അത് സാരമില്ല, വീട്ടിൽ നിന്ന് പോന്ന ശേഷം ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല. മനസ്സിൽ എപ്പോഴും നീറ്റല, എന്തോ ഒരു വലിയ തെറ്റ് ചെയ്ത ഫീല്. ഓരോന്നോർത്ത് പുലരും വരെ കണ്ണു തുറന്ന് കിടക്കിയാ പതിവ്. കുറെ കരയുമ്പോ പിന്നെ അറിയാതെ മയങ്ങിപ്പോവും. സാരമില്ല, ഇയാൾ പോയിക്കോന്ന് നിധി കരച്ചിലോടെ പറയുന്നുണ്ട്. അപ്പോഴാണ് സുധീഷ് നിധി, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വന്നാലോന്ന് ചോദിക്കുന്നത്. ഇപ്പോഴോ എന്ന് നിധി ചോദിക്കുമ്പോൾ അതെ, ഇതിനകത്തിരുന്ന് ഇങ്ങനെ കരഞ്ഞിരുന്നാലേ താൻ ഒരുമാതിരിയായി പോവും. പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങി വന്നു കഴിഞ്ഞാൽ മനസ്സൊക്കെ മാറും. ഈ ഒരു സ്ട്രെസ് അതൊക്കെ കുറയും. വാ, നമുക്ക് പുറത്തു പോയി ഒന്ന് കറങ്ങി റിലാക്സ്ഡ് ആയിട്ട് വരാം. ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം, താൻ വാ എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് സുധീഷ് റെഡിയായി വന്ന് ബൈക്കിൽ കയറുമ്പോഴേക്കും നിധി
ടെൻഷനോടെ നിൽക്കണ കണ്ട് എന്താ നിന്നു കളഞ്ഞെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. പോണോന്ന് അവൾ സംശയത്തോടെ ചോദിക്കുമ്പോൾ അതെന്താ മുറിയിൽ ഉറക്കം വരാതെ സങ്കടപ്പെട്ടിരിക്കായിരുന്നില്ലേ? പുറത്തു വന്ന് 4 ആളെ കണ്ട ഒക്കെ മാറിക്കിട്ടും, തിരിച്ചു വന്നു കഴിഞ്ഞാൽ നല്ല ഉറക്കവും കിട്ടുമെന്ന് സുധീഷ് പറയുന്നുണ്ട്. അതിന് ഈ രാത്രി നേരത്ത് പോകുന്നത് ശരിയാണോ എന്ന് നിധി വീണ്ടും സംശയത്തോടെ ചോദിക്കുമ്പോൾ സേഫ് ആണോ എന്ന് ആലോചിച്ചിട്ടാണോ? എടോ, ഈ ഏരിയയിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, പിന്നെ ഞാനില്ലേ കൂടെ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഉമ്മറത്ത് കിടക്കുകയായിരുന്ന അച്ഛൻ ഭാസ്കരനും അവിടെ കിടന്ന് ഉച്ചത്തിൽ കൂർക്കം വലിക്കുന്നുണ്ട്. സുധീഷ് ബൈക്കിൽ നിന്നിറങ്ങി നിധിയുടെ അടുത്തേക്ക് ചെന്ന്, എടോ, നമുക്ക് എന്തേലും ഒരു പ്രശ്നം വന്നാ? അയ്യോ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ എന്ന് വിചാരിച്ച് അതിൽ തന്നെ കിടന്ന് കറങ്ങയല്ല വേണ്ടത്. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറെ കാര്യങ്ങൾ നോക്കി പോണം. കുറച്ച് കഴിഞ്ഞാലേ ആ പ്രശ്നം നമുക്കൊരു പ്രശ്നമേ അല്ല എന്ന് മനസ്സിലാവും എന്ന് സുധീഷ് പറയുമ്പോഴേക്കും വീണ്ടും അച്ഛന്റെ കൂർക്കം വലി കേട്ട് ഇങ്ങനെ ശരിക്കും പരിഹസിക്കുകയാണോ എന്ന് മനസ്സിൽ പറഞ്ഞ് നിധിയെ വിളിച്ച് ബൈക്കിലേക്ക് കയറുന്നുണ്ട്. നിധി വീണ്ടും സംശയത്തോടെ ജീപ്പ് എന്തിയെന്ന് ചോദിക്കുന്നുണ്ട്. അത് ട്രാവൽസിലുണ്ട്. അല്ല, ബൈക്കിൽ കയറാൻ വേണ്ടി ഇത്രമാത്രം ആലോചിക്കുന്നത് എന്തിനാ? കയറിക്കോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധി ബൈക്കിലേക്ക് കയറി വൺ സൈഡായിരിക്കുന്നുണ്ട്. അല്ല, ഇങ്ങനെ സൈഡ് തിരിഞ്ഞിരിക്കുന്നത് സേഫ് അല്ലാട്ടോ, 2 സൈഡിലും കാലിട്ടിരുന്നൂടെ എന്ന് സുധീഷ് ചോദിക്കുമ്പോ വേണ്ടെന്ന് നിധിയും. അതെന്താന്ന് സുധീഷും. ഇയാള് വല്ല ഗട്ടറിലോ ഹമ്പിലോ കൊണ്ട് ചാടിച്ച് താഴെ എങ്ങാനും വീണ ഞാനും ഒപ്പം വീണ് എന്റെ മുഖവും പല്ലും ഒക്കെ പോവും. ഇതാവുമ്പോ എനിക്ക് ചാടി ഇറങ്ങാൻ എളുപ്പമാണല്ലോ എന്ന് നിധി പറയുമ്പോ അങ്ങനെ എന്ന് പറഞ്ഞവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ബൈക്ക് യാത്രയിൽ നിധി സന്തോഷത്തോടെ പുറത്തെ കാഴ്ചകളെല്ലാം നോക്കിയിരിക്കുന്ന കണ്ട് ഓക്കെ ആയോ ഇപ്പോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഓക്കെ ആയെന്ന് അവൾ പറയുമ്പോ നമ്മൾ എത്ര നേരമായിട്ട് ഇങ്ങനെ പോകുന്നതെന്നറിയോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ്സ് എന്ന് നിധി ചോദിക്കുമ്പോൾ 1 അവർ കഴിഞ്ഞു. ഞാൻ ഇടയ്ക്ക് മിററിലൂടെ നോക്കുമ്പോഴേ ഇയാൾ ആദ്യമായിട്ട് കാണുന്ന പോലെ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാ പിന്നെ ആവുന്നത്ര ദൂരം പോവാന്ന് ഞാനും വിചാരിച്ചു എന്ന് സുധീഷ് പറയുമ്പോൾ സമയം പോയത് ഞാൻ അറിഞ്ഞതേ ഇല്ലെന്ന് നിധിയും. അതുകൊണ്ടെന്താ മൂഡ് മാറി കിട്ടിയില്ലേ? നോക്കിക്കോ, തിരിച്ചു പോകുന്നതിന് മുന്നേ എല്ലാം ശരിയാവും എന്നൊക്കെ സംസാരിച്ചുകൊണ്ടുള്ള യാത്രക്കിടയ്ക്ക് ബീച്ച് സൈഡിലെത്തുമ്പോൾ കുറച്ചൊന്ന് സംസാരിച്ചിട്ട് പോയാലോ എന്ന് ചോദിച്ച് സുധീഷ് തന്റെ ബൈക്ക് നിർത്തുന്നുണ്ട്. മനസ്സിൽ സങ്കടം തോന്നുന്ന സമയത്തെ ഞാൻ വന്നിരിക്കാറുള്ള ഒരു സ്ഥലമുണ്ട്, വാ എന്ന് വിളിച്ച് അവളെയും കൂട്ടിക്കൊണ്ട് ഒരിടത്തേക്ക് ചെന്നിരിക്കുന്നുണ്ട്. അവളുടെ ശാന്തതയോടുള്ള ഇരിപ്പ് കണ്ട് ഇപ്പൊ ഒരു സുഖം തോന്നുന്നില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധിയും അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയാ. ആ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിനെ ഇങ്ങോട്ട് പറിച്ചെടുത്താൽ മതി. അപ്പോ അത് നമ്മളെ വിട്ടു പോയെന്ന് തോന്നും. വീട്ടിൽ അടിക്കടി സങ്കടങ്ങൾ മാത്രം ഉണ്ടാവുമ്പോൾ ചേട്ടൻ പറയും, സമാധാനിക്ക്, നമുക്കെന്തോ സന്തോഷം വരാൻ പോകുന്നുണ്ട്, അതാണ് ഈ സങ്കടമെന്ന്. അത് ചിലപ്പോഴൊക്കെ ശരിയാവാറുമുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷം ആ സമയത്ത് വരാറുണ്ടാവും. അതുപോലെ ഇപ്പൊ ഇയാൾ അനുഭവിക്കുന്ന സങ്കടത്തിന് തീർച്ചയായും സന്തോഷം കിട്ടും. ആശിച്ച പോലെ നല്ലൊരു ജോലിയും നല്ലൊരു ജീവിതവും എല്ലാമെന്ന് സുധീഷ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് 2 പോലീസുകാർ അങ്ങോട്ട് വന്ന്, ഹലോ, ഈ സമയത്ത് എന്താ ഇവിടെ ഇരിക്കുന്നെന്ന്. സുധീഷും നിധിയും അവരെ കണ്ട് എഴുന്നേറ്റ് കൊണ്ട് ചുമ്മാ കറങ്ങാൻ വന്നതാണെന്ന് പറയുമ്പോൾ ഈ നേരത്തോ എന്ന് പോലീസുകാരനും. ഈയെ നോക്കിക്കൊണ്ട് ഇതാരാന്ന് അയാൾ ചോദിക്കുമ്പോൾ എന്റെ വൈഫാണ് സാർ. സുധീഷ് പരുങ്ങളോടെ പറയുന്നത് കേട്ട് എന്താടാ ഒരു പരുങ്ങലെന്ന് പോലീസുകാരനും. അയ്യോ ഇല്ല സാർ, എന്റെ വൈഫാണ്, ഇവിടെ അടുത്തു തന്നെയാ വീട്, അഡ്രസ് വേണോ സാറിന് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ആ മാലയൊന്ന് പുറത്തേക്കിട്ടേന്ന് പോലീസുകാരനും. നിധി പരുങ്ങളോടെ നിൽക്കുമ്പോഴേക്കും കുട്ടി, ആ മാലയൊന്ന് പുറത്തേക്കിടാനാ പറഞ്ഞെന്ന് പോലീസുകാരൻ. നിധി തന്റെ താലിമാല എടുത്ത് പുറത്തേക്കിടുമ്പോഴേക്കും അത് ബോധിച്ച പോലീസുകാരനും, ഈ ഇടയായിട്ടെ ഈ സ്ഥലത്ത് ഇത്തിരി കുഴപ്പങ്ങളുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ, അധികം കറങ്ങാൻ നിൽക്കണ്ട, പെട്ടെന്ന് പോവാൻ നോക്ക്, അതാ നല്ലത് എന്ന് പോലീസുകാർ പറഞ്ഞവിടുന്ന് പോകുമ്പോഴേക്കും പോവാമെന്ന് സുധീഷും നിധിയോടായി പറയുന്നുണ്ട്. അവർ നടക്കുന്നതിനിടയിൽ സുധീഷ് പറയുന്നുണ്ട്, കണ്ടില്ലേ ഇപ്പോ താലിയുടെ ഗുണം, അത് പൊട്ടിച്ചെറിയാനല്ലേ താൻ നിന്നത്, താലി ഇല്ലെങ്കിൽ എന്താ, അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവരെ കാണുമ്പോൾ സുധീഷ് പേടിച്ച പോലെ പറയുന്നതാ പ്രശ്നം, ധൈര്യമായിട്ട് പറഞ്ഞാൽ മതി, സത്യം പറയാൻ ഒരു പോലീസുകാരനെയും പേടിക്കണ്ട എന്ന് നിധി പറയുമ്പോൾ താനാള് കൊള്ളാലോ എന്ന് സുധീഷും. പിന്നെ ഈ താലി അത് സുധീഷിന്റെ വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ, അവിടെ നിറങ്ങുന്ന നിമിഷം ഇത് കഴുത്തിന്ന് പോയിക്കോളും എന്ന് നിധി പറയുമ്പോൾ ആയിക്കോട്ടെ, അതേവരെ ഊരണ്ടെന്നാ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് വിശക്കുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് സുധീഷ്. എനിക്ക് വിശക്കുന്നില്ലെന്ന് നിധി പറയുമ്പോൾ എനിക്ക് വിശപ്പുണ്ട്, വാ കഴിക്കാമെന്ന് പറഞ്ഞ് അവളെ ഒരു തട്ടുകടയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. നിധി അവിടെ ടേബിളിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുധീഷ് 2 പ്ലേറ്റിൽ ദോശയുമായി അവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. കടയിലെ തിരക്ക് കണ്ട് ഈ സമയത്തൊക്കെ ഇത്രയും പേരോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഇതൊന്നുമല്ല, ഇന്നിത്തിരി കുറവാ, കഴിക്കുന്ന സുധീഷും. അതെ, ഈ മാരങ്ങ റോഡ് എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒട്ടുമിക്കവാറും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു ആഘോഷം കാണും, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കൂട്ടം കൂട്ടമായിട്ടാ വരിക. ഈ ഫിലിം ഫെസ്റ്റിവലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാലേ വെളുപ്പം കാലം വരെ കുറെ പേര് സഞ്ചിയും തൂക്കി നടക്കുന്ന കാണാം. ഒരു നഗരത്തിലെ ആൾക്കാര് ഒരു പ്രശ്നവുമില്ലാതെ നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലം സേഫ് ആണെന്ന അർത്ഥം. വിശപ്പില്ലെന്ന് പറഞ്ഞിട്ടിപ്പോ കഴിക്കുന്നില്ലേ, അതാണ് തട്ടുദോശയുടെ സ്വാദ്. കഴിച്ചോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും ചിരിയോടെ ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ ആവുമ്പോൾ സുഭാഷ് അടുക്കളയിൽ അടിച്ചു വരാൻ തുടങ്ങുമ്പോഴേക്കും നിധി അങ്ങോട്ട് വന്ന് ഇന്നെന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നുണ്ട്. കുട്ടിക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞോ, ചെയ്യാമെന്ന് സുഭാഷും. എന്നെ കുട്ടി, ഇയാള് എന്നൊക്കെ വിട്ടിട്ട് പേര് വിളിച്ചൂടെ, എന്റെ ഏട്ടന്റെ സ്ഥാനമല്ലേ
എന്നാ പിന്നെ അങ്ങനെ ചോദിച്ചേ ഒരിക്കൽ കൂടെ എന്ന് നിധി പറയുന്നത് കേട്ട് ചിരിയോടെ നിധിക്ക് എന്താ വേണ്ടതെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. തൽക്കാലം സ്പെഷ്യലായിട്ടൊന്നും വേണ്ട, അരയ്ക്കാനുണ്ടല്ലോ, ഞാൻ അരച്ചു തരട്ടെ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും അവളെ തടഞ്ഞുകൊണ്ട് വേണ്ട ആയിട്ടില്ലെന്ന് സുഭാഷും. അതേ, അവരുറങ്ങല്ലേ, ശബ്ദമുണ്ടാക്കി ഉണർത്തണ്ട എന്ന് സുഭാഷ് പറയുമ്പോ അത് ശരി, സുഭാഷ് ഏട്ടൻ ഇങ്ങനെ വളം വെച്ചു കൊടുത്താ അവരെപ്പോഴെങ്കിലും സ്വയം തിരുത്തോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. രാത്രി മുഴുവനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എപ്പോഴാ ഉറങ്ങിയെന്ന് എനിക്ക് പോലും അറിയില്ല, കിടന്നോട്ടെ എന്ന് ഞാനും വെച്ചു എന്ന് സുഭാഷ് പറയുമ്പോൾ ഈ സമയമായിട്ടും എന്നിട്ട് അവരെണീറ്റ് വരുമ്പോഴേക്കും എല്ലാം സുഭാഷ് ഏട്ടൻ ഒരുക്കി വെക്കുകയും ചെയ്യും അല്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. എനിക്കതൊക്കെ ഒരു ശീലമായി പോയി എന്ന് സുഭാഷ് പറയുമ്പോൾ ആയിക്കോട്ടെ, സുഭാഷ് ഏട്ടന്റെ ശീലം അങ്ങനെ ആയിക്കോട്ടെ, അവരുടെ ശീലം നമുക്കൊന്ന് മാറ്റിയാലോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി ചെന്ന് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തോണ്ട് പോകുന്ന കണ്ട് സുഭാഷ് അവളെ തടഞ്ഞു നിർത്തി എന്ത് ചെയ്യാൻ പോവാന്ന് ചോദിക്കുന്നുണ്ട്. 3 പേരുടെയും മുഖത്തൊഴിക്കാൻ എന്ന് നിധി പറയുമ്പോൾ അത് വേണ്ട, അന്ന് കേട്ടതല്ലേ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ഇനി ഹരീഷ് അങ്ങനെ പറയില്ല, പറഞ്ഞാലേ ഇന്നത്തോടുകൂടി അത് അവസാനിക്കും, കാണിച്ചു തരട്ടെ, ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് നിധി ഡൈനിങ് ഹാളിലേക്ക് ചെല്ലുമ്പോഴേക്കും സുഭാഷും പുറകെ ചെല്ലുന്നുണ്ട്. നിധി കയ്യിലേക്ക് വെള്ളമെടുത്ത് ആദ്യം തന്നെ ഹരീഷിന്റെ മുഖത്തോട്ട് തളിക്കുമ്പോഴേക്കും ആരടാ അത് എന്ന് ചോദിച്ച് ഹരീഷും ഞെട്ടി എണീക്കുന്നുണ്ട്. ശബ്ദം കേട്ട് നികേഷും എഴുന്നേൽക്കുമ്പോഴേക്കും നോ ബാഡ് വേർഡ്സ്, മിണ്ടിപ്പോവരുതെന്ന് നിധിയും. ഏട്ടത്തിയായിരുന്നോ എന്ന് ചോദിച്ച് ഹരീഷ് തന്റെ പുതപ്പെല്ലാം എടുത്ത് അവിടുന്ന് പോകുമ്പോഴേക്കും എന്താ ഏട്ടത്തി ഇതെന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. എന്താന്നോ, മണി എത്രയെന്ന വിചാരം, നിനക്ക് കോളേജിൽ പോണ്ടേ, എണീക്ക് എന്ന് പറഞ്ഞ് നികേഷ് എഴുന്നേറ്റ് പോവാൻ തുടങ്ങുമ്പോഴേക്കും ആ പായ പിന്നെ ആരെടുക്കുമെന്ന് നിധിയും. സുഭാഷ് ഏട്ടൻ എന്ന് നികേഷ് പറയുന്ന കേട്ട് നിധി അവനെ ദേഷ്യത്തോടെ നോക്കുന്ന കണ്ട് നികേഷ് അവന്റെ പായെല്ലാം എടുക്കാനായി തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും പുതച്ചു കിടന്നുറങ്ങിയായിരുന്ന സുധീഷിന്റെ മുഖത്തേക്കും നിധി വെള്ളം തളിക്കുന്നുണ്ട്. അവൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേൽക്കുമ്പോ ഇങ്ങേർക്ക് ഈ പറഞ്ഞതൊന്നും ബാധകമല്ലേ, ഇനി മുതൽ 7 മണിക്ക് മേലെ ഒരാളും ഇവിടെ കിടന്നുറങ്ങാൻ പാടില്ല, ഉറങ്ങിയ ഓരോ കുടം വെള്ളം ഓരോരുത്തരുടെയും മുഖത്തൊഴിക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് നിധി പറയുമ്പോ എന്നാ പിന്നെ അതിൽ കുറച്ച് സോപ്പ് കൂടി കലക്കിക്കോ, കുളി കഴിയുമല്ലോ എന്ന് നികേഷും പറയുന്നുണ്ട്. ഓടാന്ന് അവനെ വഴക്കു പറഞ്ഞ് നിങ്ങളെല്ലാവരും എല്ലാം സുഭാഷ് ഏട്ടന്റെ തലയിൽ വെച്ചു കൊടുത്തിട്ട് സുഖമായി ഉറങ്ങി അങ്ങ് ശീലിച്ചുപോയി, ഇനി മുതൽ എല്ലാവരും നേരത്തെ എണീറ്റ് എല്ലാ പണികളിലും സുഭാഷ് ഏട്ടനെ ഹെൽപ്പ് ചെയ്യണം, കേട്ടല്ലോ എന്ന് നിധി പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ എന്നും ചോദിച്ചുകൊണ്ട് നികേഷ് പോകുമ്പോഴേക്കും പണി കിട്ടിയല്ലേ മോനെ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. അവിടെ തന്നെ ഇരിക്കുകയായിരുന്ന സുധീഷിനോട് നിധി വീണ്ടും അതെ, ഇയാളോട് മാത്രമായിട്ട് ഇനി വീണ്ടും പറയണോ എന്ന് ചോദിക്കുമ്പോൾ എഴുന്നേൽക്കാം എന്ന് പറഞ്ഞവൻ എണീറ്റ് പോവാൻ തുടങ്ങുമ്പോഴേക്കും നിങ്ങളുടെ പായെടുക്കാൻ ഇനി യൂണിയൻകാർ വരുമോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. സുധീഷ് അമ്പരപ്പോടെ സുഭാഷിനെ നോക്കുമ്പോഴേക്കും ഇത് മടക്കി വെക്കാറുള്ളത് സുഭാഷ് ഏട്ടനാ എന്ന് സുധീഷ് പറയുമ്പോൾ ഇനി മുതൽ സുഭാഷ് ഏട്ടന്റെ പായ മാത്രമേ ആളെടുക്കുന്നുള്ളൂ, നിങ്ങൾ കിടന്നത് നിങ്ങൾ തന്നെ എടുക്കണം, വേഗം എടുത്താട്ടെ എന്ന് നിധി പറയുമ്പോഴേക്കും സുധീഷ് സങ്കടത്തോടെ സുഭാഷിനെ നോക്കുന്നുണ്ട്. സുഭാഷ് ചിരിയോടെ നിൽക്കുമ്പോഴേക്കും സുധീഷ് വേഗം തന്നെ പായും തലേണയുമെടുത്ത് അവിടുന്ന് പോകുന്നുണ്ട്. നിധി ചിരിയോടെ സുഭാഷിനോടായി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കാലക്കിയെന്ന് സുഭാഷും. പിന്നീട് മുറ്റത്ത് നിന്ന് ചൂലും പിറകിൽ പിടിച്ചോണ്ട് നികേഷ് എന്ന് വിളിക്കുന്ന നിധിയാണ് കാണുന്നത്. നികേഷ് വിളികേട്ട് പുറത്തോട്ടിറങ്ങി വരുമ്പോഴേക്കും നിന്റെ 2 ചേട്ടന്മാരെ കൂടെ വിളിക്ക്, സുഭാഷ് ഏട്ടനല്ലെന്ന് നിധിയും. സുധീഷ് ഏട്ടാ, ഹരീഷ് ഏട്ടാ എന്ന് നികേഷ് നീട്ടി വിളിക്കുമ്പോഴേക്കും അവർ 2 പേരും കൂടി പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. സുധീഷ് എന്താടാന്ന് നികേഷിനോടായി ചോദിക്കുമ്പോഴേക്കും ഞാനല്ല ഏട്ടത്തിയമ്മ വിളിച്ചതെന്ന് നികേഷും. എന്താ നിധി എന്നവൻ ചിരിയോടെ ചോദിക്കുമ്പോൾ ദാ എന്ന് പറഞ്ഞ് ചൂലവന്റെ നേരെ നീട്ടുന്നുണ്ട് നിധി. ഇതെന്താ ഇതെന്ന് സുധീഷ് ചോദിക്കുമ്പോ കണ്ടിട്ടില്ലേ എന്ന് നിധി ചോദിക്കുമ്പോ എന്ന് സുധീഷും എന്നാ ഇത് കൊണ്ടുപോയി ഈ മുറ്റമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട് പിടിക്കെന്ന് പറഞ്ഞ് നിധി നീട്ടുമ്പോഴേക്കും ചൂലോ എന്ന് ചിരിയോടെ പറഞ്ഞ് സുധീഷും അത് വാങ്ങിക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ട് ഹരീഷും നികേഷും ചിരിയോടെ നിൽക്കുമ്പോഴേക്കും ആ സമയം കൊണ്ട് നീയും ഹരീഷും കൂടി അകവും ഉമ്മറുമെല്ലാം അടിച്ചു തുടച്ച് വൃത്തിയാക്കി വെക്കണം, കേട്ടോടാ നികേഷേ എന്ന് നിധി പറയുമ്പോ അത് നമുക്ക് പൊളിക്കാൻ വേട്ടത്തി എന്ന് സന്തോഷത്തോടെ നികേഷും പറയുന്നുണ്ട്. അതാണ് സ്പിരിറ്റ് എന്ന് അവനോടായി പറഞ്ഞ് സുധീഷ് തുടങ്ങിക്കോ, 1/2 മണിക്കൂർ കൊണ്ട് എല്ലാം തീരണമെന്ന് നിധി പറയുന്ന കേട്ട് സുധീഷ് പരങ്ങളോടെ നിൽക്കുമ്പോഴേക്കും ഉമ്മറത്തേക്ക് വന്ന സുഭാഷും എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ഇടപെടണ്ട, ഇത് സുഭാഷ് ഏട്ടന്റെ ഏരിയ അല്ല, അകത്തേക്ക് ചെല്ല്, ഞാനും ഹെൽപ്പ് ചെയ്യാൻ വരാം എന്ന് പറഞ്ഞ് നിധി അകത്തോട്ട് കയറി പോകുമ്പോഴേക്കും അല്ല ഈ ചൂല് ഞാനിതെങ്ങനെ എന്ന് പറഞ്ഞ് ടെൻഷനോടെ ചൂലും കൈ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട് സുധീഷ്. അത് കാണേ നികേഷും എന്താ നോക്കി നിൽക്കുന്നേ, കുടുംബനാഥയുടെ കൽപ്പനയാ, അനുസരിച്ചേ പറ്റൂ എന്ന് പറയുമ്പോ നാഥയോ എന്ന് സുധീഷും. പുതിയ നിയമമനുസരിച്ചേ നമുക്കൊരു റേഷൻ കാർഡ് കിട്ടിയ അതിലെ ഉടമസ്ഥ വീട്ടിലെ മൂത്ത സ്ത്രീ ആയിരിക്കും, ഈ വീട്ടിൽ ഏട്ടത്തിയമ്മയാണല്ലോ, ചെയ്തോ എന്ന് പറഞ്ഞ് ഹരീഷിനെ വിളിച്ച് നമുക്ക് കുറച്ച് കട്ടിയുള്ള പണിയെടുക്കാമെന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് ഒരു പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടോടെ സുധീഷ് മുറ്റമടിക്കുന്നതും ഹരീഷും നികേഷും കൂടി വീടെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കുന്നതുമെല്ലാം കാണിക്കുന്നുണ്ട്. നിധി അടുക്കളയിലേക്ക് ചെന്ന് സുഭാഷ് ഏട്ടാ നിലവിളക്ക് വല്ലതും ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടിയിലെങ്ങാനും കാണുമെന്ന് സുഭാഷ് പറയുമ്പോൾ ഒന്ന് എടുത്തു തരുമെന്ന് നിധിയും. അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു നിലവിളക്ക് എടുത്തു കൊടുക്കുമ്പോഴേക്കും ഉമ്മറത്തേക്ക് അതുമായി വന്ന് സുധീഷിനെ വിളിക്കുന്നുണ്ട് നിധി. സുധീഷും ആശ്വാസത്തോടെ കണ്ടോ മൊത്തം അടിച്ചു വാരി ക്ലീൻ ആക്കി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും ഇങ്ങോട്ട് വന്നെന്ന് നിധിയും.
അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും കുറച്ച് പുളിയും ആ നിലവിളക്കും അവൻ്റെ കയ്യിലേക്ക് കൊടുത്ത് നല്ല വൃത്തിയാക്കിയിട്ട് വരണേ എന്ന് പറഞ്ഞ് നിധി അകത്തോട്ടായി പോകുന്നുണ്ട്. അവിടെ ഹരീഷ് അകത്ത് നിലം തുടയ്ക്കുമ്പോഴേക്കും അതിലെ നടന്നു വരുന്ന നികേഷിനെ അവൻ വഴക്കു പറയുന്നുണ്ട്. പിന്നീട് നിധി കുളിയെല്ലാം കഴിഞ്ഞ് തലയിൽ തോർത്തുമുണ്ടെല്ലാം ചുറ്റിക്കൊണ്ട് അതിലെ വരുമ്പോഴേക്കും എല്ലാവരും സന്തോഷത്തോടെ അവളെ നോക്കി നിൽപ്പുണ്ട്. ഫോട്ടോയ്ക്ക് മുന്നിൽ കത്തിച്ചു വെച്ച നിലവിളക്കിനടുത്ത് ചെന്ന് നിധി കൈകൂപ്പി പ്രാർത്ഥിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.